നമ്മൾ ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ ട്രാക്കിന്ന് തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ ട്രാക്കിലേക്ക് എത്താൻ കുറച്ച് പാടാണ് കേട്ടോ. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ചാനലിൽ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു 17th ഡേ വരെ സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ കസിൻ്റെ കല്യാണം വന്നു. പിന്നെ ഒരു അൺഹെൽത്തി ഫുഡിൻ്റെ റോളർ കോസ്റ്റർ തന്നെയായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോക്കും ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഫുൾ ഞാനല്ല, ബട്ട് വെയിറ്റ് ലോസ് ചാലഞ്ചിലുള്ള ഞാൻ ഇത്രയും കഴിച്ചത് കൊണ്ടുള്ള സൂം ചെയ്യലാണ് കേട്ടോ അത്. പിന്നെ ഞാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വെയിറ്റ് വന്നിട്ട് 71 kg ആയിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് 71 kg ആണ്. അത് വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ഞാൻ ഡേ 15 ആയപ്പോൾ ഒന്നുകൂടെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് വന്നിട്ട് 69.10 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2 kgൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിച്ചു, ബട്ട് പറ്റിയില്ല. പിന്നെ അതിന് ശേഷം വലുതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വെയിറ്റ് വന്നിട്ട് 69.65 ആയിട്ട് കുറച്ചുകൂടി, ബട്ട് അതിൽ നിന്ന് അധികം കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും 30 ഡേയ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല, ഒരു 1 വീക്ക് ഫുഡ് കൺട്രോൾ ചെയ്തൊന്ന് നോക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് ഐശ്വര്യമായിട്ട് ഞാൻ വ്രതം എടുക്കുന്നുണ്ട്. അപ്പോൾ വ്രതം എടുക്കുമ്പോൾ ഫുഡ് കഴിക്കാതെ അല്ല, കുറച്ച് കഴിച്ചിട്ടാണ്. അപ്പോൾ അത് കുറച്ച് കൺട്രോൾ ആവുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഓട്സ് ഉണ്ടായിരുന്നു, ഇടയ്ക്കൊരു ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ സ്റ്റീംഡ് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അതിൽ കുറച്ച് നെയ്യിട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. ഈവനിങ് ഒരു ലെമൺ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു, വിത്ത് ഷുഗറാണ്. രാത്രി ചെറുപയർ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് ഒരു പായസം പോലെയുള്ള ഒരു സംഭവമാണ്. ബട്ട് ഇതിന് ഭയങ്കര കാലറി കൂടുതലാണ്. 10 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ, 60 ഗ്രാം കാർബ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലറി ഇൻടേക്ക് ടോട്ടൽ വന്നിട്ട് 1235 ആണ്. ബട്ട് അതിൽ കാർബ്സും ഫാറ്റ്സും കൂടുതലാണ്, പ്രോട്ടീനും ഫൈബറും കുറവാണ്. കാർബ്സ് ഫാറ്റ്സ് കൂടിയാലും കുറഞ്ഞാലും പ്രോട്ടീനും ഫൈബറും കറക്റ്റ് നമുക്ക് വേണ്ടത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന മീൽസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോട്ടീൻ സോഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. ബട്ട് എന്ത് വന്നാലും എനിക്കിപ്പോൾ പറയുന്നത് 82 ഗ്രാം പ്രോട്ടീനാണ്. അത്രയും കിട്ടാനുള്ള പ്രോട്ടീൻ സോഴ്സ് നമ്മൾ 3 നേരം കഴിക്കുമ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. ബട്ട് എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വരുന്ന വീക്ക് എത്ര വെയിറ്റ് ലോസ് ഉണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാം.